മലയാള സിനിമയിലെ നിറ സാന്നിധ്യമാണ് ഫറ ഷിബില. ടെലിവിഷനിലൂടെ കരിയർ ആരംഭിച്ച ഫറ സിനിമയിലെത്തുകയായിരുന്നു. ആസിഫ് അലി നായകനായ കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലൂടെയാണ് ഫറ താരമായി മാറുന്നത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഫറ. സിനിമയിലെ പ്രകടനത്തിലൂടെ മാത്രമല്ല, തന്റെ നിലപാടുകളിലൂടെയും ഫറ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. തന്റെ ജീവിതത്തിലെ പല സന്തോഷ നിമിഷങ്ങളെയും കുറിച്ച് ഫറ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ ദാമ്പത്യത്തെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ഒന്നും പലർക്കും അധികമൊന്നും അറിയില്ല. ബിഗ് ബോസ് ഷോയുടെ അമരക്കാരൻ ആണ് ഫറയുടെ ഭർത്താവ് വിജിത്ത്. ഇക്കാര്യം പലർക്കും അറിയില്ല. 11 വർഷത്തെ ദാമ്പത്യ ജീവിതം പിന്നിട്ട് കഴിഞ്ഞു ഫറയും വിജിത്തും. ഇവർക്ക് ഒരു മകനുമുണ്ട്. 11ാം വാർഷിക ആഘോഷത്തെക്കുറിച്ച് ഫറ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 11ാം വിവാഹ വാർഷികാശംസകൾ. 11 വർഷത്തെ ദാമ്പത്യ ജീവിതവും 15 വർഷത്തെ ബന്ധവും ആഘോഷിക്കുമ്പോൾ പരസ്പരം നൽകിയ വാഗ്ദാനങ്ങളും ഞാൻ ഓർക്കുകയാണ്. നമ്മൾ പൊട്ടിച്ചിരിച്ചു, കരഞ്ഞു, ഒരുമിച്ച് വളർന്നു. ഇതിനെല്ലാം ഇടയിൽ നമ്മളെ ചേർത്തു നിർത്തിയത് നമ്മുടെ പ്രണയമാണ്. നമ്മുടെ ദാമ്പത്യം പൊട്ടിച്ചിരിയും കണ്ണീരും സാഹസികതയും എല്ലാം നിറഞ്ഞൊരു മനോഹരമായ മെസ്സായിരുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുമ്പോൾ നീ അരികിലുണ്ട് എന്നതിൽ ഞാൻ സന്തുഷ്ടയാണ്. ഒരുപാട് വർഷങ്ങളുടെ പ്രണയത്തിനും വളർച്ചയ്ക്കും ഒരുമിച്ച് ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും ആശംസകൾ നേരുന്നു എന്നായിരുന്നു ഫറയുടെ കുറിപ്പ്. എന്നാൽ വളരെ വ്യത്യസ്തമായൊരു കുറിപ്പാണ് വിജിത്ത് പങ്കുവച്ചത്. ദാമ്പത്യ ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകളും വാഗ്ദാന ലംഘനങ്ങളും എണ്ണി പറയുന്നതായിരുന്നു വിജിത്തിന്റെ കുറിപ്പ്. ഇതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. 7652 തെറ്റുകൾ ഞാൻ ചെയ്തു. 8488 തവണ ഞാൻ വാക്ക് തെറ്റിച്ചു. 837 തവണ 37 ചതികൾ, 9764 വഴക്കുകൾ, 156 നമ്മളെ പരീക്ഷിച്ച നിമിഷങ്ങൾ. എന്നിട്ടും നിനക്കൊപ്പം ജീവിക്കാൻ 4715 കാരണങ്ങൾ. നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ടെസ്റ്റുകളും ടേണുകളും തിരിച്ചടികളും കടന്ന് നമ്മൾ പഠിച്ചു, വളർന്നു. എങ്ങനെയോ ഒരു വർഷം കൂടി കടന്നിരിക്കുന്നു. എത്ര പ്രതിസന്ധികൾ വന്നാലും നീ കൂടെയുള്ളതിനും നമ്മൾ ഒരുമിച്ച് താണ്ടിയതിനെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ വളർത്തിയെടുത്ത കരുത്തിന് കഠിനമായ സമയങ്ങളിൽ പോലും നമുക്ക് വിവാഹ വാർഷികാശംസകൾ എന്നാണ് വിജിത്ത് കുറിച്ചത്. പ്രണയ വിവാഹമായിരുന്നു ഫറയുടേതും വിജിത്തിന്റേതും. മതത്തിന്റെ അതിർവരമ്പുകൾ മറികടന്നുള്ള വിവാഹത്തിന് വീട്ടിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒന്നാവുകയായിരുന്നു ഇരുവരും. മാധ്യമരംഗത്താണ് വിജിത്ത് പ്രവർത്തിക്കുന്നത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ പിന്നണിയിൽ വിജിത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇരുവർക്കും ഒരു മകനാണുള്ളത്. പേര് വീർ അഭിമന്യു എന്നാണ്. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലൂടെയാണ് ഫറ താരമാകുന്നത്. പിന്നീട് സേഫ്, കഠിന കടോരമേ, അണ്ടകടാഹം, സോമന്റെ കൃതാവ്, പുലിമട തുടങ്ങിയ സിനിമകളും അഭിനയിച്ചു. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഫറ. യൂട്യൂബ് ചാനലുമുണ്ട് താരത്തിന്. നമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവരെ നമിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തരുന്ന ഓരോ മിനിറ്റിന്റെ കോണ്ടന്റും നമ്മൾ അത്രയും വാല്യൂബിൾ ആയിട്ട് കാണണം എന്നാണ് പറയണത്. ഇവരൊക്കെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇതിൽ വിന്നേഴ്സ് ആയവരല്ല. ഈ 100 ഡേയ്സ് കഴിഞ്ഞവരോ 50 ഡേയ്സ് കഴിഞ്ഞവരോ ഈ പറയുന്ന ഈ ഒരു ദിവസം നിന്ന് വന്നവർ പോലും സമ്മതിക്കണം. എനിക്കോ രമ്യക്കോ പറ്റില്ല. രമ്യക്ക് ഒരു പക്ഷെ ഒരു ചാൻസ് കിട്ടി രമ്യ അത് ട്രൈ ചെയ്യായിരിക്കാം. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല. സോ അങ്ങനത്തെ വീട്ടിലുള്ളത്, അങ്ങനത്തെ വീട്ടിലാണ് ഉള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിന്റെ ഞാൻ ഇത് പറയാം, ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് തോന്നാനുള്ള കാരണം എപ്പോഴും ദർ ഈസ് ഓൾവേസ് എ മിക്സ് ഓഫ് കോണ്ടസ്റ്റൻസ്. ഈ കണ്ടസ്റ്റൻസിന്റെ ഒരു മിക്സ് ഉണ്ടാവാറുണ്ട്. ബേസിക്കലി ദർ ഈസ് ഓൾവേസ് എ പ്രോട്ടോടൈപ്പ് ഫോർ ഓൾ ദി കണ്ടസ്റ്റൻസ്. എല്ലാ സീസണിലും ആ പ്രോട്ടോടൈപ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഈ പ്രോട്ടോടൈപ്സ് വെച്ചിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസ് എടുക്കുക. ഈ പറയുന്ന 18 പേരോ 20 പേരോ. എനിക്ക് ആ ഷോ കണ്ടപ്പോൾ തോന്നിയത് അതിൽ ഒരുപാട് പേര് ഒരേ പ്രോട്ടോടൈപ്പിലുള്ള ആൾക്കാരായി. ഒരുപാട് പേര് ഒരേ പ്രോട്ടോടൈപ്പിലുള്ള ആൾക്കാരായി. ഓക്കെ, that is one of the reason. രണ്ടാമത്തത്, so which was a wrong decision? That can be a wrong decision. See, wrong decision എന്ന് പറയാൻ പറ്റില്ല. രമ്യ, നമ്മുടെ കേരളത്തിൽ ഈ സോ കോൾഡ് നമ്മൾ ജനങ്ങൾ പറയുന്ന മാതിരിയാണ് സെലിബ്രിറ്റി സ്റ്റേറ്റസ് എന്ന് പറയുന്ന ആൾക്കാരാകെ 150 പേരേ ഉള്ളൂ.
ഇല്ലെങ്കിൽ ഈ പറഞ്ഞ Okay. 1000 Let it പേര് be. 1500 ഇല്ലെങ്കിൽ 150 Suppose. ഒരു 1500 പേര് ഇല്ലെങ്കിൽ 2000 പേര് ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് എന്ന് നമ്മൾ മനസ്സിലായി. പറയുന്ന Okay. ഇത് ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ അതില് 60 പേര് 50 പേര് ഓൾറെഡി വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള 80 പേരാണ് ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഹു ഡസൻ വോണ്ട് ടു ഗിവ് എ ട്രൈ വിത്ത് ബിഗ് ബോസ്. പിന്നെ ആസ് എ ചാനൽ അവർ എന്ത് ചെയ്യാനാണ്, ആരെ കൊണ്ടുവരാനാണ്? എല്ലാവർക്കും തോന്നുന്ന മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാല്, ലാലേട്ടന് എല്ലാ ആഴ്ചയിലും വന്നിട്ട് ലാലേട്ടൻ സംസാരിക്കുന്ന രീതിയും ലാലേട്ടൻ ഓരോന്നും കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ എല്ലാവർക്കും ലാലേട്ടൻ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാള് എല്ലാം ഇരുന്നിങ്ങനെ കാണുമോ? 24/7 ലൈവ് ഫുൾ അദ്ദേഹത്തിന് കാണാനുള്ള സമയം എങ്ങനെ? ശരിക്കും ചേട്ടാ ലാലേട്ടൻ കാണാറുണ്ടോ? ലാലേട്ടൻ 100% കാണും. അപ്പൊ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ എവിടുന്ന ലാലേട്ടന് സമയം? അവിടെയാണ് ഉള്ളത്. നമ്മള് മോസ്റ്റ്ലി എനിക്ക് ലാലേട്ടന്റെ അതായത് നമ്മള് ലാലേട്ടനെ അണിച്ചാലും എല്ലാ ഈ പറയുന്ന സുദീപ് സാർ അണിച്ചാലും കമൽ സാർ അണിച്ചാലും എല്ലാ ഡേന്റെയും ഹൈലൈറ്റ്സ് നമ്മൾ അയച്ചു കൊടുക്കും. ദാറ്റ് ഈസ് മാൻഡേറ്റ്. അത് 100% അയച്ചു കൊടുക്കുന്നതാണ്. ഇൻ കേസ് സമയമില്ലെങ്കിൽ അവരത് കാണും. ഇൻ കേസ് സമയമില്ലെങ്കിൽ കാണും. രണ്ടാമത്തത്, രമ്യ രാവിലെ ഒരു 15 മിനിറ്റ് ലൈവ് കണ്ടു വിചാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ് കണ്ടു, രാത്രി ഒരു 15 മിനിറ്റ് കണ്ടു. ഫുൾ വീടിന്റെ ഡൈനാമിക്സ് മനസ്സിലാവും. പക്ഷെ അതിനിടയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ചേട്ടൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലത്തെ അത് ഹൈലൈറ്റ്സ് അതിൽ വരും. നമ്മൾ ഒരു ഡേന്റെ കംപ്ലീറ്റ് ഹൈലൈറ്റ്സ് എടുത്ത് കൊടുക്കും. എപ്പിസോഡിൽ വരുന്ന അതേ തന്നെ അതിന്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വേർഷൻ ആയിരിക്കും. അത് ലാലേട്ടന് കൊടുക്കും. ലാലേട്ടൻ ആസ് എ ടീം ടു വാച്ച് ഓൾ ദോസ് തിങ്സ്. പിന്നെ 100% ലാലേട്ടൻ വ്യക്തമായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതെ, അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം. വെറും ഇന്നിയറിലൂടെ കേൾക്കുന്ന കാര്യം മാത്രമല്ല അദ്ദേഹം പറയണത്. ലാലേട്ടൻ പറയണത് എല്ലാം ലാലേട്ടൻ കണ്ടിട്ട് തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ എല്ലാവരും ഇത്രയും സിനിമയിലും ഇങ്ങനെ ഷൂട്ടിങ്ങിന് തിരക്കുള്ള ഒരു വ്യക്തി എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതിലാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്. ആ സമയം പറയുമ്പോഴേ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ മമ്മൂട്ടി സാറ് കാണാത്ത മലയാളം സിനിമകളില്ല. ഇന്നലെ റിലീസായതും മിനിങ്ങാന്ന് റിലീസായതും സാർ കണ്ടിട്ടുണ്ടാവും. മോങ്ക. ഓക്കെ, സാർ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവും. ഏത് സിനിമ ക്യാരക്ടർ ചോദിച്ചാലും മൂപ്പർക്ക് അറിയാം. അതേപോലെ തന്നെയാണിത്. ലാലേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടാവും.